അതേപോലെ തന്നെ മഖ്ലൂക്കിനോട് സഹായം തേടാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതും ഞാനിവിടെ സൂചിപ്പിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഹാബികൾ മനസ്സിലാക്കി പാടില്ല, അതുകൊണ്ട് തന്നെ തേടിയില്ല. അത് ഖുർആൻ വിലക്കിയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തതാണ്. അതുകൊണ്ടാണ് സഹാബത്ത് അത് ചെയ്യാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം തേടിയത് അല്ലാഹുവിനോട് മാത്രമായിരുന്നല്ലോ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം എന്നാണ്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിലൂടെ സഹാബത്ത് മനസ്സിലാക്കി പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇസ്തിഗാസ നടത്തേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണെന്ന്. അതുകൊണ്ട് സഹാബത്ത് അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തുകയും ചെയ്തു. മറ്റാരുടെയെങ്കിലും അരികിലേക്ക് മഹാന്മാർ ശുഹദാക്കൾ അവിടെ നിലവിലുണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും അരികിലേക്ക് സഹായം തേടിക്കൊണ്ട് പോയതായി എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉൻലുർന എന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തൊലബല്ലേ, ആ തിരുനോട്ടം ഉണ്ടാവണേ എന്നല്ലേ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടും അത് ഇസ്തിഗാസയ്ക്ക് തെളിവായി ഒരു പണ്ഡിതനും പറയാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അതാണ് നബിയുടെ മാതൃക എന്നതുകൊണ്ട്. ഹനീഫ മൗലവിക്ക് പ്രസംഗിക്കാൻ അറിയുന്നു മനസ്സിലായി. നമ്മുടെ ചോദ്യത്തിന്റെ മറുപടി എവിടെ? ചോദ്യം മൂപ്പര് ശ്രദ്ധിച്ചില്ല എന്നാ തോന്നുന്നത്. ചോദ്യം വളരെ വ്യക്തമായി ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ഈ വേറെ പ്രസംഗമൊന്നും കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചോദ്യം, അതിന് മറുപടി, ഇതാണ് നമുക്ക് ആവശ്യം. ഞങ്ങളുടെ ചോദ്യം വളരെ കൃത്യമാണ്. എങ്ങനെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ജീവിതകാലത്ത് സ്വഹാബികൾ സഹായം ചോദിച്ചിരുന്നു. എന്നാൽ എന്റെ മരണശേഷം എന്നോട് സഹായം ചോദിക്കരുത്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ വല്ല ഹദീസുമുണ്ടോ? അതില്ലെങ്കിൽ ഇല്ല എന്നിട്ട് പറഞ്ഞാളി, നമുക്ക് ആയത്ത് ചോദിക്കാം. ഒരുപാട് ചോദിക്കാനുണ്ട്, എന്താ പറയാനൊരു പ്രയാസം? അതില്ലാന്നല്ലേ മൗലവി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിക്കുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ആ ഒന്നാമത്തെ ചോദ്യം അത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ മൗലവി പറയാണ് രക്ഷപ്പെട്ടു എന്ന്. രക്ഷപ്പെടില്ല. ആ ചോദ്യവും ഇവിടെ ബാക്കിയാണ്. എന്റെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചിട്ട് മൗലവി ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയോട് ഉൻദുർന, ഞങ്ങളെ സഹായിക്കണേ, അങ്ങയുടെ നോട്ടം ഞങ്ങൾക്കുണ്ടാവണേ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നോർത്താണ് ഇപ്പൊ മൗലവി ഉള്ളത്. അങ്ങനെ തന്നെയാണ് വരേണ്ടതും. അതാണ് ഞങ്ങൾക്ക് ആവശ്യവും. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങള് ഏതെങ്കിലും ഒരു സ്വഹീഹായ ഹദീസില് എന്റെ മരണശേഷം എന്നോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മൂപ്പർ ചോദിക്കാണ് ഇങ്ങോട്ട്. അത് പിന്നെ ചോദിക്കാം. മൂപ്പർക്ക് ഇത് ഏതാ അവസരം എന്ന് തിരിഞ്ഞിട്ടില്ല. പ്രവാചകൻ മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ചിരുന്നോ, ഇങ്ങോട്ട് ചോദിച്ചിരുന്നോ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഏതാണ് വിഷയമൊക്കെ മറന്നുപോയില്ല അപ്പോത്തിന്. എന്താണ് ഇങ്ങനെ ബേജാറായാല്? ഞാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ മരണശേഷം അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, ചോദിച്ചാൽ അത് ശിർക്കാണ് മക്കളെ എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഹദീസ് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ശിർക്കാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് അതിങ്ങോട്ട് പറയൂ നിങ്ങൾ. എന്റെ മരണശേഷം എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ സ്വഹീഹായ ഹദീസ് എവിടെ? ആ ഹദീസ് പറയാതെ നിങ്ങൾ പ്രസംഗിച്ചാൽ വിടുമെന്ന് ഒരു കാലത്ത് നിങ്ങൾ വിചാരിക്കണ്ട. ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും അവിടെ ബാക്കിയാണ്.